ഡിസൈൻസിന്റെ ഇന്റർവ്യൂ പാനൽ ഉണ്ടാണോ? ഇവിടെ തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. Ganga, take a seat. ഡിഗ്രി പി ജി എല്ലാം അവിടെ ആയിരുന്നു. മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഡിഗ്രിക്ക് 78%, പി ജിക്ക് 85%. പിന്നെ എവിടെ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല മാഡം, ആദ്യമായിട്ട് ഇതിന് മുന്നേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ആദ്യത്തെ ഇൻ്റർവ്യൂ. ഇത്രയും കമ്പനികളുണ്ടായിട്ടും വൈ ദിസ് ഫോം? കമ്പനിയുടെ ഫെയിം ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആൻഡ് സാലറി. Tell me about your strength and weakness. My strengths are hard working, adaptability, punctuality. 5 വർഷം കഴിഞ്ഞ് എവിടെ എത്തുമെന്നാണ് ഗംഗ പ്രതീക്ഷിക്കുന്നത്? ഈ കമ്പനിയുടെ തന്നെ ഏതെങ്കിലും ഒരു ബിഗ് പൊസിഷനോ അതല്ലെങ്കിൽ ഒരു എബ്രോഡ് വർക്ക് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. Any salary expectations? Yes, 35+ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. Okay, we will inform you. ഇപ്പോൾ ലിസ്റ്റുള്ള ഡിജിറ്റൽ അക്കൗണ്ടിൻ്റെ അപ്ലൈ ചെയ്തു. നീ ക്ലാസ്സൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ? നോക്കുന്നുണ്ട്. 2 വർഷമായില്ലേ എങ്ങനെയെങ്കിലും. ഞാൻ ഗവൺമെൻറ് മാത്രമല്ല, ഞാൻ പ്രൈവറ്റിൽ ജോബും നോക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിന് പോയായിരുന്നു. ഇൻ്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. ചിലപ്പം സെലക്ട് ആവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയായിരുന്നു. ഞാൻ ഈ വേക്കൻസി അറിഞ്ഞതെന്ന് പറയുന്നത് ഒരു ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരുന്നടാ. പിന്നെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. പിന്നെ അവർ ടെസ്റ്റ് നടത്തിയായിരുന്നു. ടെസ്റ്റ് നടത്തിയിട്ട് അതിനകത്തുനിന്ന് നമ്മൾ 2-3 പേരെ സെലക്ട് ചെയ്തു. പിന്നെ അവർ വെച്ച് ഇൻ്റർവ്യൂ നടത്തി. അപ്പം പോസിറ്റീവായിട്ടാണ് തോന്നിയത് ഇൻ്റർവ്യൂയുടെ സംസാരത്തിൽ. അപ്പോൾ പിന്നെ എന്തായിരുന്നാലും അതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണല്ലോ. പ്രൈവറ്റ് സെക്ടർ നോക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ എനിക്കവിടെ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പിന്നെ അറിയിക്കും. താങ്ക് യു. ചേച്ചി 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 എന്താ മോളെ ആയിരുന്നു ബഹളം ഉണ്ടാക്കുന്നത്? നോക്കിയേ മോളെ, ചേച്ചി ജോലി കിട്ടി. കിട്ടിയടി. ജോയിൻ ചെയ്യേണ്ടത് അടുത്ത വീക്ക് ജോയിൻ ചെയ്യണം. പെർമനന്റ് ആണ്. പക്ഷെ ഇപ്പം ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് കയറിയതിന് ശേഷം നമ്മൾക്ക് അവിടെ നിന്ന് ട്രെയിനിങ് നൽകുന്നതാണ്. സാലറി കുറവായിരിക്കും. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സാലറി. താങ്ക് യു. Good morning. Welcome to Varma Designs. First of all, congratulations to selected trainees. അപ്പോൾ നിങ്ങളുടെ ടഫസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഏകദേശം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 മാസത്തെ ഒരു ട്രെയിനിങ് കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാം സ്ഥാപനത്തിൻ്റെ MD ആയിട്ടുള്ള നിതിൽ വർമ്മയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് വർമ്മ ഡിസൈൻസിൻ്റെ MD നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം സാർ. Good morning all. Welcome to Varma Designs. Varma Designs ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പ്രിവിലേജാണ്. നാളെ മുതൽ നിങ്ങൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് തുടങ്ങിയാണ്. നമ്മുടെ HR മാനേജറും ബ്രാഞ്ച് മാനേജറും ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്ഷൻസ് നൽകുന്നത്. ഞാൻ എല്ലാ വീക്കും വന്ന് നിങ്ങളുടെ റിപ്പോർട്ട് അന്വേഷിക്കും. അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങളുടെ പ്രൊമോഷനും സ്കെയിൽ ഓഫ് പേ എല്ലാം.
എന്തെങ്കിലും ബാഡ് റിവ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഡിമെറിറ്റ്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. സീ യു ടുമോറോ. താങ്ക് യു സാർ. ഓക്കെ ദെൻ നമ്മുടെ എന്താണ് ട്രെയിനിങ് നാളെ തുടങ്ങുന്നതായിരിക്കും. എല്ലാവരും അവരുടെ പേഴ്സണൽ ലാപ്ടോപ്പ് കയ്യിൽ കരുതുക. പിന്നെ പങ്ക്ച്വലായിരിക്കുക. നാളെ തൊട്ടപ്പോൾ നമുക്ക് റെഗുലറായിട്ടായിരിക്കും നമ്മളുടെ വർക്കൊക്കെ പോവുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇത്രയും നേരം കണ്ടത് സ്റ്റാഫിംഗ് പ്രോസസ്സാണ്. ഒരു ഫേമിൽ എംപ്ലോയീസിനെ വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ വേക്കൻസീസ് ഡിറ്റർമൈൻ ചെയ്യും. അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മളത് അഡ്വർടൈസ്മെൻ്റ് ആയി കൊടുക്കും. അവിടെ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ സോർട്ട് ചെയ്ത് നമ്മൾ അവരെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കും. അവിടെ നിന്നുള്ള കേപ്പബിൾ ആയിട്ടുള്ള എംപ്ലോയീസിന് പ്രൊമോഷൻ, സാലറി അപ്ഡേഷൻ എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയമാണ്.